നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി. ഇന്നത്തെ ഭഗവാൻ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ, ചെറിയ രൂപത്തിൽ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കാം. ഇപ്പൊ കാർഡ് എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതാദ്യം നോക്കുക. ഷെയർ യുവർ ബൗണ്ടറീസ്. You have enough for your needs and some extra to share it with others. Remember the golden rule, what you give, you get back. അതാണ് ആദ്യത്തെ കാർഡ്. രണ്ടാമത്തത് സെലക്ഷൻ. വാട്ട് യു ചൂസ് ബിക്കംസ് യുവർ ഡെസ്റ്റിനി, ചൂസ് വൈസ്. രണ്ട് കാർഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഷെയർ യുവർ ബൗണ്ടറീസ്. നമുക്ക് എക്സ്ട്രാ നമുക്കുള്ള കാര്യങ്ങൾ എന്താണോ എങ്ങനെയാണോ കിട്ടിയത്, മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചതായിരിക്കാം, സമ്മാനമായിട്ടായിരിക്കാം, അല്ല നമ്മൾ വാങ്ങിയതാണെങ്കിൽ കൂടി നമുക്ക് ആവശ്യമുള്ളതിലധികം ഉണ്ട് എങ്കിൽ നമ്മളത് ഷെയർ ചെയ്യാനാണ് പറയണേ കേട്ടോ. കാരണം നമുക്ക് കിട്ടിയ ആ ഒരു സമ്മാനം, ഔദാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മളും ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നൽകാൻ. റിമെമ്പർ ദ ഗോൾഡൻ റൂൾ, വാട്ട് യു ഗിവ് യു ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇതിൽ മറ്റൊരു ഇതും കൂടി ഉണ്ട്, സെലക്ഷൻ. വാട്ട് യു ചൂസ് ബിക്കംസ് യുവർ ഡെസ്റ്റിനി, ചൂസ് വൈസ്. വളരെ ബുദ്ധിപൂർവമായിട്ട് സെലക്ട് ചെയ്യാനും പറയുന്നുണ്ട് ഇതിൽ. നമ്മൾ ഏത് കാര്യം സെലക്ട് ചെയ്യുമ്പോഴും വാട്ട് യു ചൂസ് ബിക്കംസ് യുവർ ഡെസ്റ്റിനി, ചൂസ് വൈസിൽ. അപ്പം നമ്മളത് കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളത് വ്യക്തമായിട്ട് ചിന്തിച്ച് ബുദ്ധിപൂർവമായിട്ട് സെലക്ട് ചെയ്യാനാണ്. കാരണം ആ സെലക്ഷൻ ആയിരിക്കും നമ്മുടെ ഡെസ്റ്റിനി കേട്ടോ. അപ്പൊ ഇതിൽ ഷെയർ യുവർ ബൗണ്ടറീസും സെലക്ഷനും ആണ് തന്നിരിക്കുന്നത്. അപ്പോ ഉദ്ദേശിക്കുന്നത്, ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് എക്സ്ട്രാ ഉണ്ടെന്നാ പറയുന്നത്. എക്സ്ട്രാ ഉണ്ടെങ്കിൽ കൂടി ആ എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ വെച്ചുകൊണ്ടിരിക്കാതെ നമുക്കത് ഷെയർ ചെയ്യാന്നാ പറയുന്നത്. മറ്റുള്ളവർക്കും കൂടി കൊടുക്കുക. അതോടൊപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് കാര്യങ്ങളും വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് സെലക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് നമ്മുടെ ഭാവിനെ തീരുമാനിക്കുന്നത് അതായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു എന്ന് നമുക്കൊരു നമ്മുടെ ജീവിതത്തിലേക്ക്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.